കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവൻ ഭാര്യാപിതാവിനെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഹെലികോപ്റ്റർ യാത്ര ചെയ്തു എന്നുള്ളതാണ്. പറത്തിയാലും ഇല്ലെങ്കിലും പ്രതിമാസ വാടക നിർബന്ധമായും നൽകേണ്ട ഹെലികോപ്റ്റർ വെറുതെ നിർത്തിയിടുന്നതിനേക്കാൾ നല്ലതല്ലേ മുഖ്യമന്ത്രിയുടെ യാത്രാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നാണ് ഭരണപക്ഷ കേന്ദ്രങ്ങളുടെ പ്രധാന ചോദ്യം. തങ്ങളുടേതായ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി CPM ഉന്നയിക്കുന്ന ധൂർത്ത് ആരോപണം പൂർണ്ണമായും പച്ചക്കള്ളമാണെന്നും ഭരണപക്ഷം പ്രതിരോധിക്കുന്നു. അങ്ങനെയൊന്നുമല്ല കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ജനങ്ങൾ കേട്ടത്. പിണറായി വിജയൻ ധൂർത്തടിച്ചെന്നും സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്നുമൊക്കെയാണല്ലോ മൈക്ക് വെച്ച് കെട്ടി കാസർഗോഡ് മുതൽ പാറശാല വരെ പ്രതിപക്ഷത്തിരുന്നോണ്ട് ഇവരൊക്കെ വിളിച്ചുകൂവിയത്. അപ്പോൾ അമ്മായിക്ക് അടുപ്പിലുമാകാം, മരുമോൾക്ക് പറമ്പിലുമായിക്കൂടാ. അധികാരത്തിൽ വന്നിട്ട് മാസങ്ങളേ ആയുള്ളൂ. എത്ര പെട്ടെന്ന് ആ വാക്കുകളും നയങ്ങളും മാറുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവ് വേലായുധൻകുട്ടിയെ കാണാനാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര തിരിച്ചതെന്നാണ് പ്രതിപക്ഷ ഹാൻഡിലുകളിൽ ഉയരുന്ന ആരോപണം. ഇത് പൊതുപണം ദുരുപയോഗം ചെയ്യലാണെന്ന് ആരോപിച്ചാണ് CPM രംഗത്തെത്തിയത്. എന്നാൽ മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും സമാനമായ രീതിയിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കും പാർട്ടി പരിപാടികൾക്കും സർക്കാർ ചെലവിൽ ഹെലികോപ്റ്റർ യാത്ര നടത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസുകാർ തിരിച്ചടിക്കുന്നത്. മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കുമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ചായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഭരണപക്ഷം തിരിച്ചുയർത്തുന്നത്. അന്ന് അതിനെ ന്യായീകരിച്ച CPM ഇന്ന് വി.ഡി. സതീശനെതിരെ സമാനമായ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് കോൺഗ്രസുകാരുടെ അഭിപ്രായം. മാസക്കരാർ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച വൻതുക നൽകിയാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈ തുക ഹെലികോപ്റ്റർ പറന്നാലും വിമാനത്താവളത്തിൽ വെറുതെ നിർത്തിയിട്ടാലും സർക്കാർ കൊടുത്തേ മതിയാകൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ വെറുതെ വാടക നൽകുന്ന സംവിധാനം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അധിക സാമ്പത്തിക ബാധ്യതയോ അല്ലെങ്കിൽ ധൂർത്തോ ആകുന്നതെന്ന ചോദ്യമാണ് കോൺഗ്രസ്സുകാർ ഉയർത്തുന്നത്. സാധാരണയായി ശനിയും ഞായറും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി റോഡ് മാർഗം കാറിലോ അല്ലെങ്കിൽ തീവണ്ടിയിലോ യാത്ര തിരിക്കുകയാണെങ്കിൽ വിമാനത്താവളത്തിൽ കിടക്കുന്ന ഹെലികോപ്റ്ററിന് വാടക നൽകുന്നതിന് പുറമെ വീണ്ടും റോഡ് യാത്രയ്ക്കായി വൻതുക സർക്കാരിന് ചെലവാകും. ഇത് ഇരട്ടി സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ പൈലറ്റ്, എസ്കോർട്ട് വാഹന വ്യൂഹങ്ങളും വൻ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കേണ്ടതുണ്ട്. ഇത് പോലീസിന് വലിയ തുകയുടെ ചെലവ് വരുത്തിവെക്കുമെന്ന് മാത്രമല്ല പ്രധാന റോഡുകളിൽ ഉണ്ടാക്കുന്ന അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. മുഖ്യമന്ത്രി ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ റോഡിലെ യാത്രക്കാർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതുവഴി സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോലീസിന് വരാറുള്ള വലിയ അധ്വാനവും പൊതുപണത്തിൻ്റെ ചെലവും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കാര്യങ്ങൾ ഇതായിരിക്കെ രാഷ്ട്രീയ ലാഭം മാത്രം മുന്നിൽ കണ്ടാണ് CPM ഈ വിഷയം വിവാദമാക്കുന്നതെന്നും പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത കോൺഗ്രസ് ഇപ്പോൾ ഭരണത്തിലെത്തിയപ്പോൾ അതേ ഹെലികോപ്റ്റർ സ്വകാര്യ സന്ദർശനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വൈരുദ്ധ്യമാണെന്ന നിലപാടിൽ തന്നെയാണ് CPM നേതാക്കൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് യാത്രാ ചെലവുകൾ പരമാവധി കുറയ്ക്കേണ്ടതിന് പകരം ജനശ്രദ്ധ തിരിച്ചുവിടാൻ CPM ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ശക്തമായി തന്നെ ജനമധ്യത്തിൽ തുറന്നു കാട്ടാനാണ് ഭരണപക്ഷത്തിൻ്റെ തീരുമാനം.